ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗച്ചിങ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അംബർല കട്ടിങ് ചെയ്യുന്ന ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഭാഗത്ത് കിട്ടുന്ന ലെങ്ത്ത് മറ്റേ ഭാഗത്ത് കിട്ടില്ല. അങ്ങനെയാകുമ്പോൾ നമ്മളൊരു ജോയിൻ്റ് ഇതിലേക്ക് കൊടുക്കാറുണ്ട് അല്ലേ. അങ്ങനെ സാധാരണ ജോയിൻ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിയാണ് നമുക്ക് ഒരു കട്ടിങ്ങൊക്കെ ചെയ്തെടുക്കുന്നത്. കാരണം ഇതേ അളവിൽ നമുക്ക് മറ്റോടത്ത് കിട്ടണമെങ്കിൽ നല്ല പാടാണ്. അപ്പോൾ ഇതായി ഞാനിവിടെ 4 ഫോൾഡാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അംബർല കട്ടിങ്ങിന് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇനി അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കോണൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഭാഗത്ത് അളവെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് ഒരു ലെങ്ത്ത് ഫുള്ളായിട്ട് കിട്ടുള്ളൂ, ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ യോക്ക് ഭാഗത്ത് ആ ഒരു അളവിൽ ഇവിടെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. യോക്ക് ഭാഗത്തിൻ്റെ അളവിൽ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. യോക്ക് ഭാഗത്തിൻ്റെ താഴോട്ട് ബോട്ടം ഭാഗം നമ്മൾ എടുക്കുമ്പോൾ യോക്കിൻ്റെ ഈ ഒരു അറ്റത്തുള്ള ഭാഗമാണ് നമ്മൾ അളവായിട്ട് എടുക്കുക. അപ്പം ആ ഭാഗത്തു നിന്നുള്ള ഈ ഒരു മുകൾക്കുള്ള ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ കിട്ടുന്ന ക്ലോത്തിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മുറിച്ച് മാറ്റുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടേണ്ടത് അത് അത്രയും കിട്ടില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് 40 ഇഞ്ചാണ് കിട്ടേണ്ടത്. അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു ഭാഗത്തുനിന്ന് ഈ സൈഡിൽ ഇത്രയും ഭാഗം നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത് 40 ഇഞ്ചാണ്. ആ 40 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഒരു മുകൾക്കുള്ള ഭാഗം കൂടി എടുക്കണം. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് 13 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആ 13 ഇഞ്ച് നമുക്ക് എത്ര കിട്ടണം, അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതാ ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും 13 ഇഞ്ചാണ്. ആ 13 ഇഞ്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് കിട്ടുന്നത് 53 ഇഞ്ചാണ് കേട്ടോ. 40 + 13 53 ഇഞ്ചാണ്. അപ്പോൾ ഈ 53 ഇഞ്ചാണ് നമുക്കിതിൽ ടോട്ടലായിട്ട് കിട്ടേണ്ടത്. അതായത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും ടോട്ടൽ ലെങ്ത്താണ് നമ്മൾ പറയുന്നത് കേട്ടോ. യോക്ക് പാട്ടില്ലാതെ ബോട്ടം പാർട്ടിൽ മാത്രമായിട്ട് 40ആണ് കിട്ടേണ്ടത്. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ 13 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വേണം നമ്മൾ അളന്നെടുക്കാൻ. അപ്പോൾ ഈ 53 ഇഞ്ചിൽ ഞാൻ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് എന്ത് ചെയ്യില്ല, ഒരു ഭാഗത്തേക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരച്ച് വെച്ചപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ആ ഒരു അംബർല കട്ടിങ്ങിൽ കിട്ടുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് 2 ക്ലോത്ത് മാത്രമേ കിട്ടുള്ളൂ. 4 ഫോൾഡാക്കി വെച്ചതിൽ 2 ക്ലോത്ത് മാത്രമേ കിട്ടുള്ളൂ. 2 ക്ലോത്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ജോയിൻറ്റ് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ കിട്ടും, പക്ഷേ ഇവിടെ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേ അളവിൽ നമുക്ക് ഇവിടേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഈ കട്ട് ചെയ്തെടുത്തപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. താഴെ കെട്ടിയ പോലെയല്ല മുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മുകളിൽ 2 പീസ് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഈ കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾക്കൊന്ന് വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ക്ലോത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ജോയിൻ ചെയ്യാനുള്ള പീസ് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്കിതാ ഇതേ അളവിൽ ഇതേപോലെ തന്നെ നമുക്കിതൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ക്യാമറ പിടിച്ച് വരക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്കത് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് വരച്ച് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഇതുപോലെ ഞാൻ വരയ്ക്കുകയാണ്. അപ്പം വരച്ചിട്ട് കറക്റ്റ് അതുപോലെ നമുക്ക് ഒരു ഇഞ്ച് പോലും അധികമാകെ കുറവാകെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ മുകളിലത്തെ ഈ ഭാഗം നമുക്ക് ഇവിടെയും അതേപോലെ ഇതിൻ്റെ എൻഡ് ഭാഗം ഈ ഒരു ഭാഗം ഇതുപോലെ വരച്ചിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗമാണ്, ഇങ്ങനെയാണ് നമുക്ക് കട്ടിങ് വരിക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കാർപ്പറ്റിലായതുകൊണ്ട് ചോക്ക് കൊണ്ട് വരച്ചാൽ കാണും. പക്ഷെ നിങ്ങൾക്ക് ടൈൽസിലാണെങ്കിൽ ചിലപ്പോൾ
ചോക്ക് കൊണ്ട് വരച്ചാൽ കാണുമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് അച്ചടിച്ചെടുക്കുകയാണ് കേട്ടോ. ആ വരച്ചത് നമ്മൾ ഇതിലോട്ടൊന്ന് അച്ചടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ക്ലോത്ത് വിരിച്ച് വെച്ച് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. വരച്ച ഭാഗത്തൂടെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഇതേപോലെ അച്ചടിച്ച് കിട്ടും. കണ്ടോ, കറക്റ്റ് നമുക്ക് ആ ഒരു വരച്ച ഭാഗം അച്ചടിച്ച് കിട്ടും. ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ കട്ടിങ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു പീസേ ഉണ്ടാവുള്ളൂ, രണ്ട് പീസ് വേണമല്ലോ, 2 ജോയിൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു കട്ടിങ്ങും കൂടി മറ്റേ ക്ലോത്തിൽ നിന്നും കൂടി എടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ മറുവശമാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഇതിവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിൽക്കി ആയിട്ടുള്ള ഭാഗത്താണ് മറ്റേത് അടയാളപ്പെടുത്തേണ്ടത്. അത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. പെട്ടെന്ന് തന്നെ നമുക്ക് അംബ്രല കട്ടിങ്ങിൽ ഫുൾ ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കട്ടിങ്ങാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് കട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ടിപ്സും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരുപാട് ടിപ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈലറിങ് ക്ലാസ് ആർക്കെങ്കിലും ആണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് ഒരു വരുമാനം നേടാനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേഖലയാണ് സ്റ്റിച്ചിങ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A to Z വരെ എല്ലാ സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.